ദൈവങ്ങൾ ഈ കാണുന്ന ലോകം മൊത്തം ഉണ്ടാക്കി. പക്ഷേ ആ ടൈമിലൂടെ മനുഷ്യന്മാരുണ്ടായിരുന്നില്ല. പാർട്ട് 3 ഓഫ് നോർസ് മിത്തോളജി. യമീറിൻ്റെ ശരീരം കൊണ്ടാണ് ഓഡിനും സഹോദരന്മാരും ഈ ലോകം തന്നെ സൃഷ്ടിച്ചത്. ഭൂമികളുണ്ടായി, കടലുകളുണ്ടായി, ആകാശങ്ങളും പർവ്വതങ്ങളും ഉണ്ടായി. പക്ഷേ ആ പുതിയ ലോകത്ത് മനുഷ്യന്മാരുണ്ടായിരുന്നില്ല. ഒരു ദിവസം ഓഡിനും സഹോദരന്മാരും കടൽ തീരത്തുകൂടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവർ 2 മരത്തടികൾ കണ്ടു. ആ 2 മരത്തടികളിൽ നിന്ന് അവർ 2 മനുഷ്യരെ സൃഷ്ടിച്ചു. ഒരാളുടെ പേര് അസ്ക്, മറ്റൊരാളുടെ പേര് എംബ്ല. പക്ഷേ വെറും ശരീരം മാത്രം ഉണ്ടായതുകൊണ്ട് മനുഷ്യർ പൂർണ്ണരായില്ല. ഓഡിൻ അവർക്ക് ജീവൻ നൽകി. ഓഡിൻ്റെ മറ്റൊരു സഹോദരനായ വിലി അവർക്ക് ബുദ്ധിയും ചിന്തിക്കാനുള്ള കഴിവുകളും നൽകി. മറ്റൊരു സഹോദരനായ വേ അവർക്ക് രൂപവും ഇന്ദ്രിയങ്ങളും നൽകി. അങ്ങനെ അസ്കും എംബ്ലയും ആദ്യത്തെ മനുഷ്യരായി. പക്ഷേ മനുഷ്യരെ എവിടെ താമസിപ്പിക്കും? അതിനായി ദൈവങ്ങൾ മനുഷ്യർക്കായി ഒരു പ്രത്യേക ലോകം തന്നെ സൃഷ്ടിച്ചു, മിഡ്ഗാർഡ്. അതിന് ചുറ്റും ഒരു വലിയ സംരക്ഷണവും ഒരുക്കി. കാരണം പുറത്തുള്ള ലോകത്ത് എപ്പോഴും ഫ്രോസ്റ്റ് ജയൻസ് ഉണ്ടാവുമായിരുന്നു. അങ്ങനെ മനുഷ്യരുടെ ലോകവും ദൈവങ്ങളുടെ ലോകവും ജയൻസുകളുടെ ലോകവും പല സെപ്പറേറ്റ് ലോകങ്ങളായി മാറി. പക്ഷേ ഇതൊക്കെ വെറും തുടക്കം മാത്രമായിരുന്നു. കാരണം നോർസ് മിത്തോളജിയിൽ 9 സെപ്പറേറ്റ് ലോകങ്ങൾ തന്നെയുണ്ട്. ഈ ലോകങ്ങളൊക്കെ എങ്ങനെ പരസ്പരം കണക്റ്റ് ആയിട്ടുള്ളത്? ഇവരെ കണക്റ്റ് ആക്കുന്ന ആ വലിയ വേൾഡ് ട്രീ എന്താണ്? അടുത്ത ഭാഗത്തിൽ ഇഗ്ദ്രസിൽ.